അഗ്നിരക്ഷാസേന പരാജയപ്പെട്ടെടുത്ത് നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾ. കൊല്ലം കമ്മീഷണർ ഓഫീസിന് മുന്നിലെ മേൽപ്പാലത്തിലെ സ്പാനിനടിയിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനാണ് അഗ്നിരക്ഷാസേനയ്ക്ക് കഴിയാതിരുന്നത്. പൂച്ചയെ രക്ഷപ്പെടുത്തിയതാകട്ടെ BCA 2ാം വർഷ വിദ്യാർത്ഥികളാണ്. കൊല്ലം കമ്മീഷണർ ഓഫീസിന് മുന്നിലെ മേൽപ്പാലത്തിന്റെ സ്പാനിനടിയിലാണ് പൂച്ച കുടുങ്ങിയത്. പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇവർക്ക് പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്പാനിൽ ഒരു ചെറിയ വിടവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൂടെ കമ്പും റോപ്പും ഉപയോഗിച്ച് പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അവസാനം ശ്രമം ഉപേക്ഷിച്ച് ഇവർ മടങ്ങുകയായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞ് അതിനിടെ 2 ബീമുകൾക്കിടയിൽ കുടുങ്ങിയതാണ്. അതിനിടയിൽ കൈ കടത്താൻ പോലും ഒരു കമ്പ് കയറാൻ പോലുള്ള ഗ്യാപ്പില്ല. അതാണ് സംഭവിച്ചത്. അത് എടുക്കാൻ പറ്റുന്നില്ല. പൂച്ച കമ്പ് വെച്ച് കുത്തുന്നതിനിടയ്ക്ക് അങ്ങ് അകത്തോട്ട് കയറി പോവുക. അത് പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പൊ എന്തുവരിക്കും അവന്റെ അവസ്ഥ? എങ്ങനെയോ ആരോ കൊണ്ടിട്ടതങ്ങാണായിരിക്കും, ഇട്ട വഴി അങ്ങനെ ഇടയ്ക്ക് കയറിയതായിരിക്കും. ഇനി തനിയെ ഇറങ്ങി പോകാനുള്ള ഒരു രക്ഷയില്ല. ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് കൊല്ലം സിറ്റി പോലീസ് സൈബർ പോലീസ് സ്റ്റേഷനിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന BCA 2ാം വർഷ വിദ്യാർത്ഥികളായ സിദ്ധാർത്ഥും ഷാരോൺ ജോർജും പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. പൂച്ചയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഇവർ തീരുമാനിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് പാലത്തിലെത്തിയ ഇവർ പൂച്ചയുടെ കരച്ചിൽ കേട്ട സ്ഥലം ശ്രദ്ധിച്ചു. മൊബൈൽ ഫോണിന്റെ അൾട്രാ ക്യാമറ ഉപയോഗിച്ച് പൂച്ചയിരിക്കുന്ന സ്ഥാനം ക്യാമറയിലൂടെ കണ്ടെത്തി. പിന്നീട് യൂട്യൂബിൽ പൂച്ചക്കുഞ്ഞിന് പൂച്ചയുടെ സൗണ്ട് കേൾപ്പിച്ചു. അപ്പോൾ പൂച്ചക്കുട്ടിയിൽ ചെറിയ പ്രതികരണമുണ്ടായി. മൊബൈൽ ഫോൺ കുറച്ചുകൂടി അകലത്തേക്ക് വെച്ചു. ശബ്ദം കേട്ട പൂച്ചക്കുഞ്ഞ് അടുത്തേക്ക് വന്നു. ഈ സമയം മറ്റേയാൾ പൂച്ചക്കുട്ടിയെ പിടികൂടുകയായിരുന്നു. ഞങ്ങൾ ഫാത്തിമ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ആക്ച്വലി കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവിടെ ആക്ച്വലി കമ്മീഷണർ ഓഫീസിൻ്റെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിലൊരു പൂച്ചയുടെ കരച്ചിൽ ഇങ്ങനെ 2-3 ദിവസമായിട്ട്, പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഒരു പൂച്ചക്കുട്ടി പെട്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഗട്ടർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പൂച്ചക്കുട്ടി പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് ട്രൈ ചെയ്തു. ഫയർഫോഴ്സ് അവരുടെ ബെസ്റ്റ് അവർ ട്രൈ ചെയ്തു. 2 ദിവസം ട്രൈ ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫയർഫോഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്ന് കയറിയിട്ട് ഞങ്ങൾ ഒന്ന് നോക്കി ഞങ്ങളുടെ രീതിയിൽ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ തോന്നി, യൂട്യൂബിൽ ക്യാറ്റിൻ്റെ സൗണ്ട്, അതായത് ക്യാറ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള വേറെ ക്യാറ്റ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ട്. അത് അത്ര എഫക്റ്റീവ് ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ സൗണ്ട് പ്ലേ ചെയ്തപ്പോൾ ഈ പൂച്ചക്കുട്ടി അകത്തുനിന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, സൗണ്ട് പ്ലേ ചെയ്ത് അതിനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കൈയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളതിനെ സൗണ്ട് പ്ലേ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവന്നു, കൈയിട്ട് എടുത്തു. അപ്പോൾ അതായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവശനിലയിലായ പൂച്ചയെ മൃഗാശുപത്രിയിൽ എത്തിച്ചു. മരുന്നും ഇഞ്ചക്ഷനും നൽകി. അടുത്ത പ്രശ്നം പൂച്ചയെ താമസിപ്പിക്കാൻ സ്ഥലമില്ല എന്നതായിരുന്നു. ഈ സമയം മൃഗാശുപത്രിയിലെത്തിയ താമരക്കുളം സ്വദേശി ഹർഷിത പൂച്ചയെ വളർത്താനായി ഇവരുടെ കയ്യിൽ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു. 3 മാസം പ്രായമുള്ള പെൺപൂച്ചയായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.